നമസ്കാരം. ഗുരുവായൂരിലാണ്, ഗുരുഭവനപുരിയിലാണ്, ഗുരുവായൂർ നഗരസഭയിലാണ്. പറയാനുണ്ട് തൃശ്ശൂരിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ അമ്പലം നടയിലാണ്, അതായത് അമ്പല കവാടത്തിലാണ് നഗരസഭ കാര്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഒട്ടനവധി സവിശേഷതകളും പ്രത്യേകതകളും ഐതിഹ്യങ്ങളുമുണ്ട്. അതിലും അപ്പുറത്തേക്ക് കുറേ സാമൂഹികമായ മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാടുകൂടിയാണ് ഗുരുവായൂർ. ക്ഷേത്രപ്രവേശന വിളംബരം മുതൽ തുടങ്ങുന്നു ആ ചരിത്രപ്രധാനമായ സംഭവങ്ങൾ. നിരവധി കലാസാഹിത്യ കായിക രംഗത്തെ നിരവധി ആളുകൾക്ക് ജന്മം നൽകിയ നാടുകൂടിയാണ് ഗുരുവായൂർ. അങ്ങനെ സവിശേഷതകൾ ഏറെയാകുമ്പോൾ പോലും രാഷ്ട്രീയമായി തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ LDF ആധിപത്യം തുടരുന്ന അല്ലെങ്കിൽ LDFിൻ്റെ നേതൃത്വം നൽകുന്ന നഗരസഭയാണ് ഗുരുവായൂരിലേത്. ആദ്യ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആണ് വിജയം കണ്ടതെങ്കിൽ പിന്നീട് ഉള്ള ഓരോ തെരഞ്ഞെടുപ്പിലും LDF ആണ് ഭരണ നേതൃത്വത്തിലുണ്ടായത്. 10,000 ദിനംപ്രതി വന്നു പോകുന്ന നഗരമാണ് ഗുരുവായൂരിലേത്. അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾ അനിവാര്യമായ നഗരമാണ് ഗുരുവായൂർ. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ചില പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനും ഉണ്ട്. എന്തായാലും വികസന നേട്ടങ്ങളും വികസന കോട്ടങ്ങളുമൊക്കെ സമഗ്രമായി തന്നെ ചർച്ച ചെയ്യുകയാണ് പറയാനുണ്ട് തൃശ്ശൂരിലൂടെ. ഗുരുവായൂർ നഗരസഭ ചെയർമാനും CPM പ്രതിനിധിയുമായ M കൃഷ്ണദാസ് നമ്മോടൊപ്പം ഉണ്ട്. ഒപ്പം തന്നെ കൗൺസിലർമാരായ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പ്രതിനിധി കൂടിയായ KP ഉദയൻ, ഒപ്പം തന്നെ BJP കൗൺസിലറായ ശോഭ ഹരിനാരായൺ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ ചെയർമാനിലേക്ക് പോകാം. കാരണം മുൻപരിചയം ഒരുപാടുള്ള അല്ലെങ്കിൽ അനുഭവ സമ്പത്ത് ഏറെയുള്ള നഗരസഭാ ചെയർമാൻ കൂടിയാണ് കൃഷ്ണദാസ്. എന്തായാലും എങ്ങനെയാണ് ഇപ്പോൾ 4 വർഷം പിന്നിടുമ്പോൾ നഗരസഭയുടെ നിലവിലെ ഒരു ഭരണ വിലയിരുത്തുമ്പോൾ എത്രത്തോളം എത്തി നിൽക്കുന്നു? ഗുരുവായൂർ നഗരസഭ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭകളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ചർച്ച ഇവിടെ നടക്കുന്നത്. ഗുരുവായൂർ നഗരസഭ രൂപീകൃതമാവുന്നത് 1995-ലാണ്. 95-ൽ രൂപീകൃതമായതിനു ശേഷമുള്ള ഈ കാലം വരെ ഒരു നഗരസഭാ കൗൺസിലിനും ലഭിക്കാത്ത നേട്ടം ലഭ്യമാക്കിയിട്ടുള്ളൊരു കൗൺസിലാണ് 2020-25 വർഷത്തെ കൗൺസിൽ. ഈ വർഷത്തെ സ്വരാജ് ട്രോഫി ലഭിച്ചു എന്നത് മാത്രമല്ല, കഴിഞ്ഞ വർഷവും കേരളത്തിലെ ഏറ്റവും നല്ല നഗരസഭയായി ഗുരുവായൂർ നഗരസഭ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള വിവിധ പദ്ധതികൾ സമയബന്ധിതമായി കൃത്യതയോടുകൂടി നടപ്പിലാക്കി എന്നുള്ളതാണ് ഈ നേട്ടത്തിന് അടിസ്ഥാനമായ കാരണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ ഒരുപക്ഷെ നാളിതുവരെയുള്ള അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ചുമതലകൾ നിർവഹിക്കുന്നൊരു കാലമാണ്. നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതല തെരുവുവിളക്കിൻ്റെ പരിപാലനം, റോഡിൻ്റെ ശുദ്ധിയാക്കൽ, കുടിവെള്ളം കൊടുക്കുക എന്ന പരിമിതമായ ചുമതലകൾ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്ന ചുമതല വളരെയേറെ വലുതാണ്. അതിദാരിദ്ര്യമില്ലാത്ത കേരളം എന്ന സംസ്ഥാന ഗവൺമെൻറ് സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഏറ്റവും ശ്രമകരമായ പ്രവർത്തനം നടത്തുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. മാലിന്യവിമുക്ത നവകേരളം ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ്. ഈ വരുന്ന മാർച്ച് 31-ാം തീയതി കേരള മുഖ്യമന്ത്രി കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആ പ്രവർത്തനങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുകയാണ്. തൊഴിൽ രഹിതരില്ലാത്ത കേരളം, എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ എങ്ങനെ കഴിയും എന്ന ഗൗരവപ്പെട്ട ആലോചനയുടെ ഭാഗമായിട്ടുള്ള വിവിധ പദ്ധതികൾ, ഏറ്റവും ഒടുവിലായി വിജ്ഞാന കേരളം പദ്ധതി, അതിൻ്റെ ഭാഗമായി പെട്ടെന്ന് കുറേ ആളുകൾക്ക് എങ്ങനെ തൊഴിൽ കൊടുക്കാൻ സാധിക്കുമെന്ന പദ്ധതിയും നടപ്പിലാക്കുന്നതിൻ്റെ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ മുൻഗണന കൊടുക്കുകയാണ്. സ്വാഭാവികമായും ആ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്താൻ കഴിയാവുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിൻ്റെ ചുമതല നിർവഹിക്കുമ്പോൾ ആ ചുമതലകളിൽ ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഗുരുവായൂർ നഗരസഭയ്ക്ക് സാധിച്ചു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. വികസന പ്രവർത്തനങ്ങൾ വിവരണത്തിന് അതീതമായി പറയാൻ കഴിയുന്നൊരു സ്ഥലമാണ് ഗുരുവായൂർ നഗരസഭ. ഈ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്ന ഗുരുവായൂർ, ഇപ്പോൾ കാണുന്ന ഗുരുവായൂർ, അത് രണ്ടും വ്യത്യസ്തമാണ്. അതിൻ്റെ കാരണം ഓരോ സന്ദർഭങ്ങളിലും ഭരിച്ച കൗൺസിലുകൾ
ഗുരുവായൂർ നഗരസഭയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുരുവായൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയാവുന്ന പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായിട്ട് കൂടിയാണ് ഈ അംഗീകാരം ഗുരുവായൂർ നഗരസഭയെ തേടിയെത്തിയത്. ഇവിടുത്തെ അംഗീകാരം മാത്രമല്ല, നേരത്തെ ഇന്ത്യയിലെ മികച്ച നഗരങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ സ്വച്ഛതാ ലീഗ് എന്ന് പറയുന്നൊരു മത്സരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള അർബൻ സ്വച്ഛ് മിഷൻ നടത്തുകയുണ്ടായി. അതിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 2 നഗരങ്ങളിൽ ഒരു നഗരം ഗുരുവായൂരായിരുന്നു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ വലിയ ശ്രദ്ധ, ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗുരുവായൂർ. ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ ഗുരുവായൂരിലെ പ്രശ്നം മാത്രം നോക്കിയാൽ പോരാ. കേരളത്തിൻ്റെ ജനസംഖ്യയ്ക്ക് സമാനമായ ഒരു ജനസഞ്ചയം വന്നു പോകുന്ന ഒരു തീർത്ഥാടന നഗരം എന്നുള്ള നിലയിൽ ആ ഗൗരവപ്പെട്ട വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടും ഈ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ കൃത്യതയോടുകൂടി നടപ്പിലാക്കാൻ സാധിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ സ്വച്ഛതാ ലീഗിൽ ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം കിട്ടിയത്, ആ അംഗീകാരം ലഭ്യമാക്കിയത്. മറ്റൊന്നാണ്, സ്ത്രീ ശാക്തീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന പ്രസ്ഥാനമാണ് കുടുംബശ്രീ. കുടുംബശ്രീ ലോകത്തിന് മാതൃകയാണ്. ഇന്ത്യക്കെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും കുടുംബശ്രീയുടെ പ്രവർത്തനം പഠിക്കാൻ വേണ്ടി ഈ കേരളത്തിൽ എത്തുകയാണ്. പല സംസ്ഥാനങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും. അത്രമാത്രം സ്ത്രീ ശാക്തീകരണത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന മഹത്തായ പ്രസ്ഥാനമായ കുടുംബശ്രീയെ ഏറ്റവും നന്നായി പിന്തുണച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ അതിൻ്റെ അവാർഡും ഗുരുവായൂർ നഗരസഭയ്ക്ക് ലഭിക്കേണ്ട ഒപ്പം എന്ന് പറഞ്ഞ അവാർഡാണ് ഞങ്ങൾക്ക് കിട്ടിയത്. സംസ്ഥാനത്ത് ഏറ്റവും കുടുംബശ്രീയെ പിന്തുണച്ച ഏറ്റവും നല്ല നഗരസഭ. അത് വെറുതെ കിട്ടുന്നതല്ല. കാരണം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉയർന്നു വരുന്ന സ്ഥാപനങ്ങളിലെല്ലാം നമ്മുടെ നാട്ടിലെ സഹോദരിമാർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയാവുന്ന രീതിയിൽ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള തീരുമാനമെടുത്ത് നഗരസഭാ കൗൺസിൽ തീരുമാനമെടുത്ത് കൊടുത്തതിൻ്റെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയുടെ വിവിധ സ്ഥാപനങ്ങളിൽ 100 കണക്കിന് സഹോദരിമാർ ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു കെട്ടിടം പണിതാൽ ഇന്നത്തെ നടന്നു വരുന്ന രീതി എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ആരാണോ പണം തരുന്നത് അവർക്ക് ലേലത്തിന് കൊടുക്കുകയാണ്. അങ്ങനെ ലേലത്തിന് കൊടുത്ത് കച്ചവടാടിസ്ഥാനത്തിൽ നടത്തേണ്ട ഒരു സംവിധാനമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്നും നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയാവുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്ന ശരിയായ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾക്കതിന് സാധിച്ചത്. അതുകൊണ്ടാണ് കുടുംബശ്രീയെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച നഗരസഭ എന്നുള്ള നിലയിൽ ഒപ്പം അവാർഡ് കിട്ടിയത്. ഞാൻ അവാർഡുകളുടെ കഥ പറയാൻ വേണ്ടിയിട്ടല്ല, ഗുരുവായൂരിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിലും ഗുരുവായൂരിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് പിന്തുണച്ചതുകൊണ്ട് തന്നെയാണ് നടന്നത്. അത് നഗരസഭയുടെ ഭരണകക്ഷിയുടെ മിടുക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. പൊതുവിൽ ഗുരുവായൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വികസന കാര്യങ്ങളിൽ കൈകോർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഗുരുവായൂർ നഗരസഭയിൽ നടത്താനായിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായും. കാരണം ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ അതിൻ്റെ ഭരണസമിതിയുടെ ഏകോപനം ആണ്, അല്ലെങ്കിൽ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനങ്ങളാണ് എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. അത് ആയിരിക്കും ആ പ്രദേശത്തിൻ്റെ വികസനത്തിലും നിർണായക പങ്കുവയ്ക്കുന്നത്. ഇവിടെയും അതാണ് ചെയർമാൻ എടുത്തു പറയേണ്ട കാര്യങ്ങൾ. അതുകൊണ്ടാണ് നേട്ടങ്ങൾ ഏറെയുണ്ട്. ഏതായാലും നമുക്ക് പ്രതിപക്ഷ നേതാവിലേക്ക് തന്നെ പോകാം. എങ്ങനെയാണ് ഉദയൻ, ഈ ഒരു സാഹചര്യത്തിൽ ചെയർമാൻ പറഞ്ഞതിനോടൊക്കെ തന്നെ യോജിക്കുകയാണോ അതോ എന്തെങ്കിലും വിയോജനങ്ങളുണ്ടോ? ചെയർമാൻ വളരെ ആവേശപൂർവ്വമാണ് ഗുരുവായൂർ നഗരസഭയുമായി ബന്ധപ്പെട്ടും മൊത്തം കേരളത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ ഇവിടെ പ്രതിപാദിച്ചു പോയത്. ചില കാര്യങ്ങളിൽ വസ്തുത ഉണ്ട്, ചില കാര്യങ്ങൾ വസ്തുത ഇല്ലായ്മയുമുണ്ട്. ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ആ നാടിൻ്റെ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ആ നാട്ടിലെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഒരു വികസനം വരിക എന്ന് പറയുന്നത് അവനൊരു അഭിമാനമാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു ജനപ്രതിനിധിയായിരിക്കെ ഏതൊരു ജനപ്രതിനിധിക്കും ആ നാട് താൻ ജനപ്രതിനിധിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വികസനം ആ നാട്ടിലൂടെ ആ ഭരണ സംവിധാനത്തിലൂടെ വരിക എന്ന് പറയുന്നത് ഒരു അഭിമാന നേട്ടം തന്നെയാണ്, ഒരു തർക്കവും അതിലില്ല. അതുകൊണ്ട് തന്നെ ഈ നഗരസഭയുടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിൻ്റെ വികസനം കണക്കിലാക്കി നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പരമാവധി ചേർന്ന് പ്രവർത്തിക്കാൻ എല്ലാ ജനപ്രതിനിധികളും കൂട്ടായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം, എൻ്റെ അനുഭവവും അതാണ്. ഇതിപ്പോൾ 5ാം വർഷത്തിലേക്ക് 5 വർഷം തികയാൻ പോവുകയാണ് ഈ ഭരണസമിതി കാലാവധി എന്ന് പറയുന്നത്. ഈ 5 വർഷത്തിനുള്ളിൽ ഗുരുവായൂർ നഗരസഭയുടെ നേട്ടം എന്ത്? അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരൊറ്റ വാചകമുണ്ട്: തൊലിപ്പുറത്തെ ചികിത്സ മാത്രമാണ് ഈ നഗരസഭ ഭരണ സംവിധാനം നടപ്പിലാക്കിയവർ ഗുരുവായൂരിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഏറ്റവും ലളിതമായി പറയാവുന്ന ഒരു ഭാഷയാണ്, തൊലിപ്പുറത്തെ ചികിത്സയാണ്. അത് ഞാൻ പറയാൻ കാരണം,
എല്ലാം തുടക്കം കുറിക്കുന്നുണ്ട്, എല്ലാം ഫ്ലക്സ് അടിച്ച് വെക്കുന്നുണ്ട്, എല്ലാം പോസ്റ്റർ അടിക്കുന്നുണ്ട്, വലിയ പ്രചരണം നടത്തുന്നുണ്ട്. ഗുരുവായൂർ നഗരസഭയ്ക്ക് മറ്റ് നഗരസഭകളിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ചെയർമാൻ അവകാശപ്പെട്ടു. ഒരു കാര്യം കൂടി ചെയർമാൻ അതിൽ അവകാശപ്പെടേണ്ടായിരുന്നു. ഒരു ഡാർക്ക് റൂം, ഒരു ഗ്രീൻ റൂം ഗുരുവായൂർ നഗരസഭയുടെ ഡൈനിങ് ഹാളിന് സമീപം പ്രവർത്തിക്കുന്നുണ്ട്. ഗുരുവായൂർ നഗരസഭയിൽ ജീവനക്കാരും അവിടെ താൽക്കാലിക ജീവനക്കാരും ഒക്കെ ആയിട്ട് ഒരു പി ആർ വർക്കറിലൂടെ ബിൽഡപ്പ് ചെയ്തിട്ടുള്ള ഒരു നഗരസഭയായി ഗുരുവായൂർ നഗരസഭയെ നമുക്ക് കാണേണ്ടി വരും. ഗുരുവായൂരിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണത്. നമ്മളിവിടെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുള്ള എത്രയോ പദ്ധതികൾ ഉദ്ഘാടന മാമാങ്കം നടത്തി കഴിഞ്ഞതിന് ശേഷം ആ പദ്ധതികളൊക്കെ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? പരിശോധിക്കേണ്ട ഒരു വസ്തുതയാണ്. ഗുരുവായൂരിലെ മൊത്തം ജനവിഭാഗങ്ങൾക്കും വലിയ എതിർപ്പ് അതുകൊണ്ട് തന്നെ ഈ ഭരണ സംവിധാനത്തിനോടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഗുരുവായൂരിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ചെയർമാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുവായൂരിൻ്റെ നിത്യനിദാനമായി ജീവിക്കുന്ന നിവാസികളെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഗുരുവായൂരിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കപ്പെടുന്ന ഒരു തീർത്ഥാടന നഗരം കൂടിയാണ്. നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യയ്ക്കൊപ്പമോ അതിലധികമോ ഒരു വർഷം വന്നു പോകുന്ന ഒരു നഗരമാണ് ഗുരുവായൂരിൻ്റെ നഗരം എന്ന് പറയുന്നത്. ഈ നഗരം വിശാല നഗരസഭയായി രൂപം കൊണ്ടത് 2010-ലാണ്. ആ 2010-ന് ശേഷം 2010 to 15, 15 to 20, 20 to 25 കാലഘട്ടത്തിലെ ജനപ്രതിനിധികളാണ് ഞങ്ങൾ ഇരിക്കുന്ന 3 പേര്. ഈ കാലഘട്ടത്തിൽ ഗുരുവായൂരിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു? ഗുരുവായൂർ നഗരസഭയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം പോലും അടിത്തറ ഇളകുന്ന ഘട്ടത്തിലൂടെയാണ് ഗുരുവായൂർ നഗരസഭ മുന്നോട്ട് പോകുന്നത്. ഗുരുവായൂർ നഗരസഭയുടെ സാമ്പത്തിക സ്ഥിതി വളരെ ദയനീയമാണ്. ഇവിടെ അധികമായിട്ടുള്ള ദൂർത്ത് ചെലവുകൾ ഗുരുവായൂർ നഗരസഭയിൽ നടക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത ദിവസങ്ങളിലായി നമുക്കതൊക്കെ തന്നെ കാണാൻ കഴിയും. ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ ഗുരുവായൂരിലെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിക്കുന്ന ഈ സംവിധാനമാണ് ഗുരുവായൂരിൽ നടക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസന പ്രവർത്തനങ്ങൾക്ക് 100% ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്ന ജനപ്രതിനിധികളാണ് ഞാനടക്കമുള്ള എല്ലാവരും. അത് വികസനം നടപ്പിലാക്കണമെന്ന ആഗ്രഹത്തിലാണ്. ഗുരുവായൂരിൽ നടപ്പിലാക്കിയ അഴുക്കുചാൽ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാലിന്യ സംസ്കരണം ഇപ്പോഴും എവിടെ നിൽക്കുന്നു? നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായി മാലിന്യ സംസ്കരണം പൂർണ്ണമാണ് എന്ന് ഗുരുവായൂരിലെ ഭരണാധികാരികൾക്ക് പറയാൻ കഴിയാത്ത സ്ഥിതികളുണ്ട്. തെളിവടക്കം വെക്കാൻ ഞാൻ തയ്യാറാണ്. അതുപോലെ മറ്റുള്ള പദ്ധതികൾ ഗുരുവായൂരിൻ്റെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പോയാൽ, നമ്മൾ ഗുരുവായൂരിൽ എത്തുന്ന ഈ തീർത്ഥാടക ക്ഷേത്ര നഗരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒക്കെ പോയാൽ, സോണൽ പ്രദേശങ്ങളിലേക്ക് പോയാൽ, തൈക്കാട് പ്രദേശത്തേക്ക് പോയാൽ, പൂക്കോട് പ്രദേശത്തേക്ക് പോയാൽ റോഡുകളുടെ സ്ഥിതി, അവിടെയുള്ള കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതിനൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് കേവലം 5 വർഷത്തെ ഒരു ഭരണം മാത്രം വിലയിരുത്തിയാൽ പോരാ. കണ്ടിന്യൂസ് ആയിട്ട് ഗുരുവായൂരിൻ്റെ വിശാല നഗരസഭയായി പ്രഖ്യാപിച്ചതിന് ശേഷം 13 ടേമായിട്ട് ഗുരുവായൂർ ഭരിക്കുന്ന ഭരണാധികാരികൾ മുഴുവൻ ഉത്തരവാദിത്തം ഇതിൽ കാണിക്കേണ്ടി വരും. അവിടെയാണ് ഇതിൻ്റെ ഒരു വലിയ പരാജയം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ കാരണം. ഇത് തൊലിപ്പുറത്തെ ചികിത്സ മാത്രമാണ് എന്ന് എടുത്തു തന്നെ പറയേണ്ടി വരും. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടുതലായി വിശദമായി പറയാനുണ്ട്. നമുക്ക് ഇനിയുള്ള അവസരത്തിൽ അത് പറയാം. ഓക്കെ, എന്തായാലും ചെയർമാന് മറുപടി പറയാനുണ്ട്. എന്തായാലും അവസരം തരാം. എന്തായാലും പ്രതിപക്ഷ നേതാവ് തൊലിപ്പുറത്തെ ചികിത്സയായിട്ടാണ് ഭരണസമിതിയുടെ നേട്ടങ്ങളെ കാണുന്നത്. എന്തായാലും നമുക്ക് BJP കൗൺസിലർ കൂടിയായ ശോഭ ചേച്ചിയിലേക്ക് പോയി. എങ്ങനെ കൗൺസിലറെ, നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട് ഭരണസമിതിയെ. BJPയുടെ കൗൺസിലർ എന്നത് എങ്ങനെയാണ് നോക്കുകയാണെന്ന്? ഗുരുവായൂർ നഗരസഭ എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്. ഒന്ന്, ഗുരുവായൂർ താമസിക്കുന്ന ടാക്സ് അടയ്ക്കുന്ന ജനങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ തീർത്ഥാടകർ വന്നു പോണ നഗരം. അപ്പോൾ ഈ 2 കൂട്ടരെയും കണക്കിലെടുത്തുള്ള ഒരു വികസനമാണ് ഗുരുവായൂർ നടപ്പാക്കേണ്ടത്. ഈ ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമായിരുന്നു LDF മുന്നണിക്ക് ഈ വർഷങ്ങളിലൊക്കെ. കഴിഞ്ഞ 20 വർഷമായി ഇവിടെ ഭരിക്കുന്നത് LDF മുന്നണിയാണ്. 10 വർഷമായി സംസ്ഥാന ഗവൺമെൻറ് LDF ആണ്, MLA LDF ആണ്. ചോദിക്കുന്ന എല്ലാ പദ്ധതികളും തരുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്. അത്രയും അനുകൂലം ഒരു സാഹചര്യമായിട്ട് പോലും കഴിഞ്ഞ 15 വർഷത്തിന് മുമ്പ് ഞാൻ ഉന്നയിച്ച അല്ലെങ്കിൽ ഗുരുവായൂർ നഗരസഭ നേരിടുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിന് ഇനിയും പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. ആ നിലയ്ക്ക് LDF ഒരു വൻ പരാജയമാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയായ അമൃത് 1 കഴിഞ്ഞു, അമൃത് 2 നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രസാദം പദ്ധതിയുടെ കിട്ടി. അതിനുശേഷം ഈ 4 കൊല്ലമായിട്ട് ഏതെങ്കിലും ഒരു കേന്ദ്ര പദ്ധതി, ഇത്തരം തീർത്ഥാടന നഗരികൾക്കുള്ള ഒരു പദ്ധതി നേടിയെടുക്കാനോ വാങ്ങാനോ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് വൻ പരാജയം. രണ്ടാമത്, മാലിന്യ സംസ്കരണം. നമുക്കറിയാം, അമൃതിൻ്റെ ഭാഗമായി ഒരു
5 ഹെഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹെഡാണ് മാലിന്യ സംസ്കരണം. ആ മാലിന്യ സംസ്കരണത്തിൽ ഇവിടെ ഖരമാലിന്യ സംസ്കരണം ഒരു ചെറിയ അളവ് വരെ വിജയിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ദ്രവമാലിന്യ സംസ്കരണത്തിൽ നമുക്കറിയാം ഇപ്പോഴും വൻ പരാജയം തന്നെയാണ് ഗുരുവായൂർ നഗരസഭ. ഈ ഗുരുവായൂരിൻ്റെ എല്ലാ മാലിന്യവും പേറി ഒഴുകുന്ന വലിയ തോട്, വളരെയധികം ദുർഗന്ധം, അതായത് ഇവിടുത്തെ സ്ഥാപനങ്ങൾ കാനകളിലേക്ക് തുറന്നു വിടുന്ന അഴുക്ക് പേറി പോകുന്ന വലിയ തോട്. ആ വലിയ തോടിൽ വലിയൊരു പദ്ധതി വെച്ച് നടപ്പാക്കാൻ, അതായത് ഈ അമൃതിൻ്റെ ഭാഗമായ മാലിന്യ സംസ്കരണത്തിൽ നടപ്പാക്കാൻ ഗുരുവായൂർ നഗരസഭയ്ക്ക് സാധിച്ചില്ല. ഇതിൻ്റെ 2 ഭാഗത്തുള്ളവർ നമുക്ക് ഒരു 5 മിനിറ്റ് നിന്നാൽ പോലും മൂക്ക് പൊത്താതെ നിൽക്കാൻ പറ്റാത്ത ആ അവസ്ഥയിൽ വർഷങ്ങളോളം അവിടുത്തെ ജനങ്ങൾ ജീവിക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടുത്തെ ഗുരുവായൂരിലെ കാനകൾ ശരിക്കും മഴവെള്ളം ഒഴുകാനുള്ള കാനകളാണ്. എന്നാൽ ഇപ്പോൾ മാലിന്യം പേറുന്ന കാനകളായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പരിസരത്തുള്ള എല്ലാ ജലസ്രോതസ്സുകളും മലിനമാണ്. കോളിഫോം ബാക്ടീരിയയുള്ള വെള്ളമാണ് ഗുരുവായൂർ നഗരസഭയിലെ ജനങ്ങൾ കുടിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു സത്യാവസ്ഥയാണ്. അപ്പോൾ കുടിവെള്ള പദ്ധതി ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് അമൃതിൻ്റെ ഭാഗമായിട്ട്. ഈ കുടിവെള്ള പദ്ധതിയിൽ പലരും സ്വന്തം കിണർ ഉപയോഗിക്കാതെ, എൻ്റെ കയ്യിൽ അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടുണ്ട്, അൺലിമിറ്റഡ്, അതായത് അളക്കാൻ പറ്റാത്ത അത്ര കോളിഫോം ബാക്ടീരിയയാണ് ഓരോ കിണറുകളിലുള്ളത്. ഇനി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് എടുക്കുകയെന്ന് വിചാരിക്കുക, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ടൗണിലുകളൊക്കെ പണ്ടത്തെ ടൗൺഷിപ്പ് കാലത്തുണ്ടായിരുന്നിട്ട പൈപ്പുകളാണ്. ഈ പൈപ്പുകളൊക്കെ പോണ കാനയുടെ ഉള്ളിൽ കൂടെയാണ്. ഇത് കാലപ്പഴക്കം മൂലം ദ്രവിച്ച് ഈ മലിനജലം കലരുണ്ടോയെന്ന് പോലും നമുക്കറിയാൻ സാധിക്കില്ല. ഇത്രയും ഈ കുടിവെള്ളം, ഈ കേരളത്തിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതി അമൃതിൽ നടപ്പാക്കിയത് ഗുരുവായൂർ നഗരസഭയാണ്. അപ്പോൾ ഈ പൈപ്പുകളൊക്കെ ഭംഗിയായിട്ട് ഇടാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇനി ഈ അഴുക്ക് പോണ സ്ഥലം ചക്കങ്കണ്ടാണ്. അവിടുത്തെ അവസ്ഥ എന്താ? കൊട്ടിഘോഷിച്ചൊരു അഴുക്കുചാൽ പദ്ധതി 40 വർഷം കൊണ്ട് ഇവിടെ നടപ്പാക്കി. എന്നിട്ട് ആ അഴുക്കുചാൽ പദ്ധതിയുടെ ആ പ്ലാന്റ് അവിടെ എന്താ പറയുക, വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അതില്ല. ഈ മലിനജലം മുഴുവൻ ഈ കായലിൽ പോയി ചക്കങ്കണ്ട നിവാസികൾക്കും ഈ പറയണ പോലെ കുടിവെള്ള പ്രശ്നം, ഒരുപാട് ദുരിതങ്ങൾ, രോഗങ്ങൾ ഒക്കെയാണ്. അപ്പോൾ മാലിന്യം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നത്തിന്, അത് ഒരളവ് വരെ ദ്രവമാലിന്യത്തിന് ഖരമാലിന്യ സംസ്കരണം വിജയിച്ച് ഒരു അളവ് വരെ, അതും ഞാനൊരു അളവ് വരാൻ കാരണം ഇത് തുടങ്ങുമ്പോൾ നമ്മൾ IRTC എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ സഹായം തേടിയിരുന്നു. എൻ്റെ ഓർമ്മയിൽ 2016-ലോ 2017-ലോ എനിക്ക് കൊല്ലം ഓർമ്മയില്ല. അന്ന് തൊട്ട് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ഉപദേശം തേടിയിട്ടാണ് നഗരസഭ മാലിന്യ സംസ്കരണ സംവിധാനമായിട്ട് മുന്നോട്ട് പോകണത്. നമ്മൾ എന്താ പറയുക, ഇത് വളാക്കി മാറ്റുന്ന മാലിന്യ സംസ്കരണം. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം, ഇപ്പോഴും അവരുടെ സഹായത്തോടെ ഒരു സ്വയം അത് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് നഗരസഭ എത്തിയില്ല എന്നാണ് ഓരോ വർഷം അവരുടെ കരാർ പുതുക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ മാലിന്യ സംസ്കരണം എന്നുള്ള ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം നഗരസഭയുടെ, അതിൽ പോലും വൻ പരാജയമാണ്. പിന്നെ നമുക്കറിയാം ഈ ഗുരുവായൂർ ഒരു തീർത്ഥാടന നഗരിയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ 1 കോടിയൊറ്റ ചെലവഴിച്ച് പ്രകാശ നഗരം പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ രാത്രി പോലും പകൽ പോലും വെളിച്ചം വേണ്ട ഒരു നഗരമാണ്. ആ പ്രകാശ നഗരം പദ്ധതി നടപ്പാക്കിയ ഭാഗത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ നഗരഹൃദയത്തിലാണ് ലൈറ്റുകൾ വേണ്ടത്. നമുക്കറിയാം നല്ല സോഡിയം വേപ്പർ ലൈറ്റുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ആ ലൈറ്റുകളൊക്കെ ഇപ്പോൾ നോക്കുകുത്തിയായിട്ട് അതിൻ്റെ മുകളിൽ നമുക്കറിയാം ഈ ചെറിയ മൂട്ട ബൾബ് പോലത്തെ ബൾബുകളാണ്. ഇത് ഇത്രയും വലിയൊരു തീർത്ഥാടന നഗരിയിൽ നല്ല ലൈറ്റ് സംവിധാനം, പ്രകാശത്തിൻ്റെ സംവിധാനം ഉണ്ടാക്കുന്നതിൽ വൻ പരാജയമാണെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം എന്താണ്, ഞാനൊരു വോട്ട് ചെയ്യുന്ന ഒരാളായിട്ടല്ല, ടാക്സ് അടയ്ക്കുന്ന ഒരു ടാക്സ് പേ ആയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എന്താണ് അടിസ്ഥാനപരമായിട്ട് ശുദ്ധമായ ജലം, ശുദ്ധമായ വായു, നല്ല റോഡുകൾ, ഇതൊക്കെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 4 കൊല്ലമായി പകൽ പോലും കൊതുക് കടിക്കാതെ ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. എത്ര കാലമായി കൊതുകിന് മരുന്ന് തളിക്കലോ ഫോഗിങ്ങോ നിർത്തിവെച്ചിട്ട്? അതൊക്കെ നിസ്സാരം. വലിയ വികസനം പറയണതിൻ്റെ ഒപ്പം അതല്ലേ ഒരു ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അതിൽ പോലും വൻ പരാജയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പാർക്കിംഗ്, നമുക്ക് ഒരുപാട് പാർക്കിംഗ്, 2 ദേവസ്വത്തിന് ഒരെണ്ണവും നഗരസഭയ്ക്ക് വലിയൊരു പാർക്കിംഗ് കേന്ദ്രം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, വളരെ ഖേദകരമായിട്ട് പറയാനുള്ളത്, ആ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഒരു വാഹനം പോലും പോകുന്നില്ല. ഒരു
ഡിജിറ്റൽ ബോർഡ് വളരെ നിസ്സാരമായി ഗുരുവായൂർ നഗരസഭയുടെ എൻട്രൻസിൽ 2 സ്ഥലത്തും ഇവിടെ വന്നാൽ എവിടെ പാർക്കിംഗ് സംവിധാനം ഒഴിവുണ്ടെന്ന് കാണിക്കുന്ന വളരെ നിസ്സാരമായി സ്ഥാപിക്കാവുന്ന, ദേവസ്വമായി സഹകരിച്ച് എവിടൊക്കെ ഒഴിവുണ്ടെന്ന് ചെയ്യാൻ സാധിക്കാവുന്ന ഒരു ഡിജിറ്റൽ ബോർഡ് സ്ഥാപിക്കാൻ പോലും ഇത്രയും വർഷമായിട്ട് ഗുരുവായൂർ നഗരസഭയ്ക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇവിടെ ഒരു ഞായറാഴ്ച വന്ന നഗരം വീർപ്പുമുട്ടാണ്, റോഡുകളിൽ മുഴുവൻ പാർക്കിംഗ് ആണ്. എന്നാൽ ഈ പാർക്കിംഗ് ഒഴിവാക്കേണ്ട, അതായത് ഇതിന് ശ്രദ്ധിക്കേണ്ട പോലീസ് സംവിധാനം ഇവിടെ ഉണ്ടോ? ഇതൊരു തീർത്ഥാടന നഗരിയാണ്, ടെമ്പിൾ പോലീസ് സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത്. പക്ഷേ വളരെ ഇതായിട്ട് ട്രാഫിക് നിയന്ത്രിക്കാനുള്ള ഒരു കപ്പാസിറ്റി പോലീസ് സ്റ്റേഷനിൽ ഇല്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലും ഈ തീർത്ഥാടന നഗരിക്ക് പ്രത്യേകത കണക്കിലെടുത്ത് വേണ്ട രീതിയിൽ ട്രാഫിക് നിയന്ത്രിക്കാനുള്ള ഒരു പോലീസിനെ പോലും കൊടുക്കാൻ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് സാധിച്ചില്ല. അത് നേടിയെടുക്കാനും ഇവിടുത്തെ, അതായത് ഇത്രയും അനുകൂലമായിട്ട് ഇവരെന്നെ ഭരിക്കുന്നു, MLA ഇവരാണ്, എന്നിട്ട് പോലും അതുപോലും നേടിയെടുക്കാൻ പോലും സാധിച്ചില്ല എന്നുള്ള പറഞ്ഞാൽ വൻ പരാജയം തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഇനിയും പറയാനുണ്ട്, അടുത്ത ഘട്ടത്തിൽ പറയാം. എന്തായാലും ചെയർമാന് മറുപടികളുണ്ടാവും. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടിയിൽ നിന്ന് തുടങ്ങേണ്ടി വരും. കാരണം അതായത് തൊലിപ്പുറത്തെ ചികിത്സ എന്നാണ് അദ്ദേഹം ഭരണത്തെ വിലയിരുത്തിയേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെയല്ലേ അദ്ദേഹത്തിന് പറയാൻ കഴിയൂ. ഈ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കുക, എന്താണ് ഗുരുവായൂരിൻ്റെ മാറ്റം? അവർ പറയും. ഗുരുവായൂർ നഗരത്തിലുണ്ടായ മാറ്റം വിവരണാതീതമാണ്. ഒരു 10 കൊല്ലം മുമ്പ് ഗുരുവായൂരിൽ വന്നു പോകുന്ന ഒരാൾ മൂക്ക് പൊത്താതെ മഞ്ഞുളാൽ തറയിൽ നിന്നും അമ്പലനട വരെ നടക്കണമെങ്കിൽ മൂക്ക് പൊത്താതെ നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. നഗരം ചുറ്റി ക്ഷേത്രത്തിൽ തൊഴുത് മടങ്ങി വന്നാൽ മാലിന്യക്കൂമ്പാരം എന്ന കാഴ്ച കാണാത്തൊരു ദിവസമുണ്ടായിരുന്നു. ഞാൻ ബഹുമാന്യരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ എന്നുള്ള നിങ്ങളോട് ഈ ഗുരുവായൂർ നഗരത്തിൻ്റെ ചുറ്റുപാടും എൻ്റെ കൂടെ ഒന്ന് സഞ്ചരിക്കാൻ വിനയപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കടലാസിൻ്റെ കഷ്ണം കാണുമെങ്കിൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കാനയിലൂടെ മലിനജലം ഒഴുകുന്നു എന്ന് കാണുന്നുണ്ടെങ്കിൽ, ഞാൻ ഇവർ ഈ പറഞ്ഞ കാര്യം ശരിയാണെന്ന് പറയാം. ഗുരുവായൂരിൽ വന്ന മാറ്റം അത്രയും വലുതാണ്. ഗുരുവായൂരിൽ വന്നിറങ്ങുന്ന ഒരാൾക്ക് കിഴക്കേ നടയിലൂടെ ക്ഷേത്രം വരെ നടന്നു പോകാനുള്ള ഫുട്പാത്ത്. നേരത്തെ ഈ ഫുട്പാത്തിന് പകരം അവിടെ സ്ലാബ്, ഇളകി കിടന്നുകൊണ്ടിരിക്കുന്ന സ്ലാബ്, പലയിടത്തും സ്ലാബില്ല. ആ സ്ലാബിലൂടെ മലിനജലം ഒഴുകുന്നു, ദുർഗന്ധം. ഗുരുവായൂരിൻ്റെ ഏത് ഭാഗം നോക്കിയാലും ബ്ലീച്ചിങ് പൗഡറിൻ്റെ മണവും ബ്ലീച്ചിങ് പൗഡറിൻ്റെ നിറവും കാണാം. ഇന്ന് നോക്കണം, ഇത്രയും ശുദ്ധമായ നഗരം ഈ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ ഗുരുവായൂർ വളരെ നേരത്തെ തന്നെ 2005-10 കാലത്ത് ഞാൻ ഗുരുവായൂർ നഗരസഭയുടെ ജനപ്രതിനിധിയായിരുന്നു, 4 കൊല്ലക്കാലം ചെയർമാനുമായിരുന്നു. അന്ന് ഗുരുവായൂർ നഗരത്തിൽ അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായി നിയമസഭാ കമ്മിറ്റി ഒരു സിറ്റിങ്ങിന് വേണ്ടി ഇവിടെ വരികയുണ്ടായി. ആ നിയമസഭാ കമ്മിറ്റിയുടെ സിറ്റിങ്ങിന് വേണ്ടി വന്ന ആ സംഘത്തിൻ്റെ തലവൻ കേരളത്തിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവും ദീർഘകാലം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിലൊരാളായിരുന്ന ഹരിപ്പാട് MLA ആയിരുന്ന ശ്രീ M. മുരളിയാണ്. M. മുരളിയെക്കുറിച്ച് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് അറിയാത്തവരല്ല. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു സംഘം ആളുകൾ ഇവിടെ വന്ന് ഗുരുവായൂരിൽ വന്ന് ഗുരുവായൂർ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ വന്നു. അദ്ദേഹം വന്നത് അതിനു മുമ്പ് ഗുരുവായൂർ നഗരസഭ രൂപീകൃതമായ കഴിഞ്ഞ 5 വർഷക്കാലം ഭരണം നടത്തിയ സന്ദർഭത്തിൽ നഗരസഭയുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ ഒരു മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഒരു പ്ലാന്റ് സ്ഥാപിച്ചിരുന്നു. ആ പ്ലാന്റുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗവൺമെൻറ് വന്നത്. അപ്പോഴേക്കും കൗൺസിലും മാറി, കൗൺസിലിൻ്റെ സ്വഭാവത്തിലും മാറ്റം വന്നു. അന്വേഷണം നടത്താൻ വേണ്ടി വന്ന ആളുകൾ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് പോയ സമയത്ത് അവിടുത്തെ മാധ്യമപ്രവർത്തകർ, പല മാധ്യമപ്രവർത്തകരും ഇന്നും ഉണ്ട് ഇവിടെ ഗുരുവായൂർ. ഇവരോട് ചോദിച്ചു, ഗുരുവായൂർ നഗരത്തെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? 2005 കാര്യം ഞാൻ പറയുന്നത്. അന്ന് ശ്രീ M. മുരളി പറഞ്ഞ വാക്കുകൾ പിറ്റേ ദിവസം മാധ്യമം പത്രത്തിൽ വാർത്തയായി വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കേരളത്തിൻ്റെ എല്ലാ നഗരങ്ങളിലും പ്രഭാത സവാരി നടത്തിയിട്ടുണ്ട്, ഇത്രയും ക്ലീനായൊരു നഗരം കേരളത്തിൽ വേറെയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാനൊരു ഒരു സർട്ടിഫിക്കറ്റായിട്ട് ഇന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ്. പക്ഷേ അതിനുശേഷം ഒരുപാട്
മാറ്റങ്ങൾ ഗുണപരമായ മാറ്റങ്ങളാണ്. ഇന്ന് ഗുരുവായൂർ നഗരം പൂർണ്ണമായും ശുദ്ധിയുള്ള നഗരമാണ്, ശുചിത്വ നഗരമാണ്. ഗുരുവായൂർ നഗരസഭയുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതാണ്, ശുചിത്വ നഗരം, ശുദ്ധിയുള്ള ഗുരുവായൂർ. അത് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ സംസാരിക്കുന്ന ബഹുമാന്യയായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞു, ഒരളവ് വരെ ആയിട്ടുണ്ട്. ഗുരുവായൂർ നിങ്ങൾ നോക്കണം, 3 കോടിയിലധികം ആളുകൾ വന്നു പോകുന്ന പ്രദേശത്ത് ഖരമാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ വീടുകളിൽ നിന്നും അജൈവ മാലിന്യം കളക്ട് ചെയ്യുന്നതിൽ 98%. ഡോർ ടു ഡോർ കളക്ഷൻ 98% ഗുരുവായൂർ നഗരസഭയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് നിരത്തിൽ മാലിന്യമില്ലാത്തത്, അതുകൊണ്ടാണ് ദുർഗന്ധമില്ലാത്തത്. ദ്രവമാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഈ മേന്മ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പരിമിതികളുണ്ട് എന്ന കാര്യം ഞങ്ങൾക്ക് സംശയമില്ല. കാരണം ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതി എന്ന് പറയുന്നത് 1970 ആരംഭിച്ച പദ്ധതിയാണ്. 970 ഗുരുവായൂരും ഇന്നത്തെ ഗുരുവായൂരും തമ്മിൽ വ്യത്യാസമുണ്ട്. 970 ശേഷമുള്ള 55 വർഷക്കാലത്തിന് ശേഷം ആ പദ്ധതി നടപ്പിലാക്കാതെ വന്നപ്പോൾ 55 വർഷമാണ് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം. 55 വർഷം, പ്രത്യേകിച്ച് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തീർത്ഥാടന നഗരം, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വന്നു പോകുന്ന ഒരു നഗരത്തിൽ ഒരു ദ്രവമാലിന്യ സംസ്കരണത്തിനൊരു പദ്ധതി അന്നു മുതലേ ഇല്ല. അത് നടപ്പിലാക്കിയത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായി എന്ത് വില കൊടുത്തും ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതി നടപ്പിലാക്കണം എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ആ തീരുമാനം കേരളത്തിലെ വാട്ടർ അതോറിറ്റി നടപ്പിലാക്കിയപ്പോഴാണ് ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതി യാഥാർത്ഥ്യമായത്. ആ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ അതിൻ്റെ പരിമിതികളുണ്ടായിട്ടുണ്ട്. കാരണം അന്ന് പൈപ്പിട്ട വഴി മാറി, അന്നത്തെ ഗുരുവായൂർ മാറി, ഗുരുവായൂർ കൂടുതൽ വികസിച്ചു. സ്വാഭാവികമായും അതിന് പരിഹാരം കാണാൻ അമൃത് 2 പദ്ധതിയിൽപ്പെടുത്തി ഇപ്പോഴുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ കണക്ഷൻ നെറ്റ്വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ദ്രവമാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലും ഗുരുവായൂർ നഗരസഭ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഒരു പരിമിതിയുമില്ല എന്ന് ഞാൻ പറയുന്നില്ല, പരിമിതികളുണ്ട്. പരിമിതികളെ യഥാസമയം കാണാനും അത് മറികടക്കാനും ആവശ്യമായ തീരുമാനമെടുക്കാൻ ഈ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഗുരുവായൂർ നഗരസഭ കഴിഞ്ഞ 5 വർഷം എന്ത് ചെയ്തു എന്ന ചോദ്യം, ഈ ഔട്ടർ റിംഗ് റോഡിലൂടെ നമുക്കൊന്ന് നടക്കാം. ഗുരുവായൂർ നഗരസഭയുടെ കയ്യൊപ്പ് ചാർത്താത്ത ഒരു സ്ഥലമുണ്ടാവില്ല. ഇതാ നമ്മളിരിക്കുന്ന ഈ കെട്ടിടം, മുനിസിപ്പൽ ഓഫീസ്, ഇതിൻ്റെ നേരെ മുമ്പിലാണ് ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സ്മാരക സത്യാഗ്രഹത്തിൻ്റെ ഗ്രൗണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഗുരുവായൂർ നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം 50%-ലധികം പൂർത്തിയാക്കിയിട്ടുള്ളത്. 1972 ഗുരുവായൂരിൽ പണിത ബസ് സ്റ്റാൻഡ് കാലപ്പഴക്കത്താൽ അതിൻ്റെ ടെറസ് തകർന്നു വീണ് ആളുകൾക്ക് പരിക്ക് പറ്റുന്നു എന്ന് വന്നപ്പോഴാണ് ബസ് സ്റ്റാൻഡ് പൊളിച്ചു പണിയണം എന്ന തീരുമാനം കൗൺസിലുകൾ എടുത്തത്. നടപ്പിലാക്കാൻ പല കാരണങ്ങളാൽ സാധിച്ചില്ല. ഈ കൗൺസിൽ അത് ഇച്ഛാശക്തിയോടുകൂടി കണ്ടു. കഴിഞ്ഞ ഫെബ്രുവരി മാസം 24-ാം തീയതി അതിൻ്റെ നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നടത്തി. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ മാർച്ച് 6 ആവുമ്പോഴേക്കും അതിൻ്റെ സിംഹഭാഗം പണി പൂർത്തിയായി. അടുത്തോണത്തിന് മുമ്പ് ഗുരുവായൂരിൻ്റെ മക്കൾക്ക് ഓണസമ്മാനമായി ഞങ്ങൾ ആ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കും. ഒരു വികസനം ഉണ്ടായിട്ടില്ലേ ഗുരുവായൂർ? ഗുരുവായൂരിൽ 6 നിലയിൽ ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്. ഇവിടെ പറഞ്ഞു, അവിടേക്ക് ആൾ വരുന്നില്ല. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ ജനങ്ങളുടെ ഒരു 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 രീതിയുണ്ട്, ശീലമുണ്ട്. കാർ പാർക്കിങ്ങിൽ കൊണ്ടുപോയി കാറിടുക, യഥാർത്ഥത്തിൽ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് വാഹനങ്ങൾ വെക്കുക എന്ന അക്കാര്യത്തിൽ അവർക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഞങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ മറ്റൊരു നഗരസഭയും ചെയ്യാത്ത വിധം, ഒരു തദ്ദേശ സ്വയംഭരണം ചെയ്യാത്ത വിധത്തിൽ വളരെ കൃത്യമായി 500-ലധികം കാറുകൾ പാർക്ക് ചെയ്യാൻ കഴിയാവുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഇപ്പോൾ ഞങ്ങളൊരു പുതിയ പദ്ധതി നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ ഗുരുവായൂർ നഗരസഭയുടെ 5 മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൻ്റെ മുകളിൽ ഒരു ഹെലിപാഡ് നിർമ്മിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിനോട് ധനസഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഗുരുവായൂരിൽ എത്തിച്ചേരുന്ന VIP-കൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർക്ക് ഇപ്പോൾ ഗുരുവായൂരിൻ്റെ തൊട്ട് എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ വന്നിറങ്ങി റോഡ് മുഴുവൻ ബ്ലോക്കാക്കി VIP വരുന്ന ദിവസം ആളുകളുടെ എല്ലാ യാത്രയും മുടങ്ങി. അങ്ങനെ വന്നു പോകുന്നതിന് പരിഹാരം കണ്ട് ഇവിടെ വന്നാൽ
1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയാവുന്ന വികസനത്തിന് പോലും ഈ നഗരസഭ കുറേ കൂടി വർഷം മുമ്പിൽ കണ്ടുകൊണ്ട് ഒരു ഭരണ സംവിധാനത്തിൻ്റെ മികവ് എന്ന് പറയുന്നത് നിലവിലുള്ള കാര്യങ്ങൾ പരിശോധിക്കലല്ല. 50 കൊല്ലം കഴിഞ്ഞാലുള്ള വികസനം എന്തായിരിക്കണം, അവിടെ ഞങ്ങൾ ഊന്നൽ കൊടുത്തു. അതിൻ്റെ ഭാഗമായി ആ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഗുരുവായൂർ നഗരസഭയുടെ വിവിധ മേഖലകൾ എടുത്തോളൂ. ഗുരുവായൂർ കിഴക്കേ നടയിൽ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റർ എന്നൊരു സ്ഥാപനമുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള പ്രസാദിൽ നിന്നും പണം കിട്ടിയതിൻ്റെ ഭാഗമായി തന്നെ ചെയ്തതാണ്, ഒരു സംശയവുമില്ല. ആ പ്രസാദ് പദ്ധതിയുടെ ഭാഗമായി അവിടെ സ്ഥാപിക്കപ്പെട്ട ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റർ ഈ കേരളത്തിന് മാതൃകയാണ്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന ഇവിടെ അവർക്ക് ചെലവ് ചുരുങ്ങിയ രീതിയിൽ സെൻട്രലൈസ്ഡ് AC ഡോർമെറ്ററി ഉൾപ്പെടെയുള്ള നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിയാവുന്ന ഹോട്ടൽ ഉൾപ്പെടെയുള്ള ഒരു മനോഹരമായ 3 നില കെട്ടിടം അവിടെ നിർമ്മിച്ചു. കുടുംബശ്രീ അതിൻ്റെ നടത്തിപ്പേൽപ്പിച്ചു. 100 കണക്കിന് സഹോദരിമാർ ജോലി ചെയ്യുന്നു. ഈ കേരളത്തിൽ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും അതുപോലൊരു പ്രവർത്തനം നടത്താനായിട്ടില്ല എന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ കഴിയും. പടിഞ്ഞാറ് നട ഗുരുവായൂരിൻ്റെ പഴയ കാലത്ത് വളരെ വികസനം ഏറ്റവും ആവശ്യമായിരുന്നൊരു പ്രദേശമാണ് പടിഞ്ഞാറ് നട പിന്നീട് ഗുരുവായൂരിൻ്റെ വികസനം പ്രത്യേക രീതിയിലായപ്പോൾ ഗുരുവായൂർ പ്രധാന കേന്ദ്രം എന്നുള്ളതിൽ കിഴക്കേ നട മാറിയപ്പോൾ പടിഞ്ഞാറ് നടയുടെ പഴയ പ്രതാപം പോയി. പക്ഷേ പടിഞ്ഞാറ് നടയിൽ ഇപ്പോഴും കൊടുങ്ങല്ലൂർ കോഴിക്കോട് ഭാഗത്തു നിന്ന് വന്നു ചേരുന്ന തീർത്ഥാടകരും മറ്റു ജനങ്ങളും ബസ് ഇറങ്ങിയാൽ പടിഞ്ഞാറ് നടയിൽ ഇറങ്ങുക. അവരിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ ഒരു സ്ഥലമുണ്ടായിരുന്നില്ല. അവിടെ പോയി നോക്കണം. അമ്യൂണിറ്റി സെൻറ്റർ എന്ന് പറയുന്ന ഒരു കെട്ടിടം പണിതു. അവിടെ വന്നു പോകുന്ന എല്ലാ തീർത്ഥാടകർക്കും സാധാരണക്കാർക്കും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാം. അത്യാവശ്യം അവർക്ക് കിടക്കാം. അവർ ക്ലോക്ക് റൂം ഉൾപ്പെടെ 3 നിലയിൽ ഒരു കെട്ടിടം പണിത് ജനങ്ങൾക്ക് സമർപ്പിച്ചു. ഒരു വികസനം ഗുരുവായൂരുണ്ടായിട്ടില്ലേ? ഈ ഔട്ടർ റിംഗ് റോഡിൻ്റെ 1/2 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത്, ഈ ഔട്ടർ റിംഗ് റോഡിൻ്റെ അപ്പുറത്ത് ഗുരുവായൂരിലെ ഇവിടെ എത്തിച്ചേരുന്ന സാധാരണക്കാരായ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരു പ്രയാസവും കൂടാതെ ധൈര്യപൂർവ്വം താമസിക്കാൻ കഴിയാവുന്ന വിധത്തിൽ സ്റ്റേ ഹോം 6 നിലയുടെ കെട്ടിടം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 3-4 മാസത്തിനുള്ളിൽ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. ഇവിടെ വരുന്ന സ്ത്രീകൾക്ക് വളരെ സുഖമായി പേടിയില്ലാതെ കിടന്നുറങ്ങാൻ കഴിയാവുന്ന സ്റ്റേ ഹോം ഈ നഗരസഭാ കൗൺസിലിൻ്റെ കാലത്ത് പൂർത്തിയാക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഗുരുവായൂരിലെ ഇവിടെ എത്തിച്ചേരുന്ന അഗതികളായ അമ്മമാരെയും അച്ഛന്മാരെയും സംരക്ഷിക്കുന്ന ഗുരുവായൂർ നഗരസഭയുടെ സ്നേഹമന്ദിരം. ആ മന്ദിരം പോയി നോക്കണം. പഴയ കാലത്തുണ്ടായിരുന്ന ഒരു സ്വാമിയാരി മഠം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു അഗതി മന്ദിരം എന്ന പ്രാകൃത അവസ്ഥയിൽ നിന്ന് മാറി ഏറ്റവും സുഖമായ എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് KP ഉദയൻ്റെ പ്രതിദാനം ചെയ്യുന്ന വാർഡിലാണ്. അദ്ദേഹം അക്കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധ കൊടുക്കുന്ന ആളാണ്. അവിടെ പോയി നോക്കണം. ആ കെട്ടിടം ഏറ്റവും മനോഹരമായിട്ടാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇനിയും എത്രയോ ആളുകൾക്ക് അവിടെ പ്രവേശനം കൊടുക്കാൻ കഴിയാവുന്ന വിധത്തിൽ അതിനെ മാറ്റി. ഇങ്ങനെ എടുത്താൽ ഗുരുവായൂരിൽ ഒരു കാര്യം കൂടി, ഞാൻ സമയം വൈകുന്നു എന്ന് എനിക്കറിയാം, ഏറ്റവും കൂടുതൽ കളിക്കളങ്ങളുള്ളൊരു സ്ഥലം, ഏറ്റവും കൂടുതൽ കുട്ടികളുടെ പാർക്കുള്ള ഏക നഗരസഭ ഗുരുവായൂരാണ്. ചെറുതാണ്. ഗുരുവായൂർ നഗരസഭയിലെ പാർക്കുകൾ ചെറുതാണ്. പക്ഷേ 5 ചിൽഡ്രൻസ് പാർക്കുള്ള ഒരു നഗരസഭയെ ഈ തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് കാണിച്ചു തരാൻ കഴിയും. 5 പാർക്കുകളാണ് ചിൽഡ്രൻസ് പാർക്ക്. അതിൽ 3-4 പാർക്കുകളും ഈ കൗൺസിലിൻ്റെ കാലത്താണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഒരു പ്രത്യേകത കൂടിയുണ്ട് 3 പാർക്കുകൾക്ക്. ഈ 3 പാർക്കുകളും നേരത്തെ മനുഷ്യൻ ചെല്ലാൻ ഭയന്നിരുന്ന ശ്മശാന ഭൂമിയായിരുന്നു. ആ ശ്മശാനം എന്നത് പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഏകീകരണം വന്നപ്പോൾ, ഗുരുവായൂരിൻ്റെ വിപുലമായ ഏകീകരണം വന്നപ്പോൾ, പൂക്കോടും തൈക്കാടും ഗ്രാമപഞ്ചായത്തുകൾ കൂട്ടിച്ചേർന്നപ്പോൾ പൂക്കോടും ഗ്രാമപഞ്ചായത്തിൻ്റെയും തൈക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ശ്മശാന ഭൂമിയെ കുട്ടികളുടെ പാർക്കാക്കി ജനങ്ങളുടെ ഇഷ്ടകേന്ദ്രമാക്കി മാറ്റിയത് ഈ കൗൺസിലിൻ്റെ കാലത്താണ്. അത് തുറന്നു കൊടുത്തത് ഗുരുവായൂർ നഗരസഭയുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ട്. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പിയും കേരളത്തിലെ മന്ത്രിമാരെല്ലാം പറഞ്ഞു നടക്കുന്നൊരു കാര്യമുണ്ട്. ഗുരുവായൂർ ട്രെഞ്ചിങ് ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്ഥലം ദുർഗന്ധപൂരിതമായൊരു സ്ഥലം, മലയുണ്ടായിരുന്ന സ്ഥലം, ഇടയ്ക്കിടയ്ക്ക് തീപിടിച്ചിരുന്നൊരു സ്ഥലം, അവിടേക്ക് ജനങ്ങൾക്ക് നടന്നു പോകാൻ ഭയപ്പെട്ടിരുന്ന സ്ഥലം, ശവക്കോട്ട എന്ന അപരനാമത്തിൽ ഭയപ്പെടുത്തിയിരുന്നൊരു സ്ഥലം, അജ്ഞാത ജഡങ്ങളും അനാഥ ജഡങ്ങളും സംസ്കരിച്ചിരുന്ന ഭീകരമായൊരു സ്ഥലം. നിങ്ങളവിടെ പോയി നോക്കണം. ആ 3.5 ഏക്കർ ഭൂമിയെ പൂങ്കാവനം മാറ്റി ഈ നഗരസഭ.
അതിൻ്റെ ഒരു ഭാഗത്ത് AC രാമൻ, ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിൻ്റെ നായകന്മാരൊരാളായിരുന്ന AC രാമൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിൽ അവിടെ ഒരു കുട്ടികളുടെ പാർക്ക് നിർമ്മിച്ചു. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ മാലിന്യം സംസ്കരിക്കാൻ കഴിയാവുന്ന ബയോ പാർക്ക്, വിവിധ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ രൂപീകരിച്ചു. അതിൻ്റെ തൊട്ടപ്പുറത്ത് നഗരസഭയിൽ ഈ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും മനോഹരമായ ക്രിമിറ്റോറിയം നിൽക്കുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് വഴിയോര വിശ്രമ കേന്ദ്രം നിൽക്കുന്നു. 3.5 ഏക്കർ ഭൂമി മല പോലെ മാലിന്യം കിടന്നിരുന്നൊരു പ്രദേശത്തെ ജനങ്ങൾക്ക് താല്പര്യമുള്ള ജനങ്ങളുടെ ഇഷ്ടകേന്ദ്രമാക്കി മാറ്റി എന്നത് തന്നെയാണ് ഈ ഗുരുവായൂർ നഗരസഭയുടെ ഏറ്റവും വലിയ വികസനം എന്ന് ഞങ്ങൾ അഭിമാനപൂർവ്വം എവിടെയും പറയും. ഇങ്ങനെ എടുത്താൽ നിരവധിയായ പദ്ധതികൾ, നിരവധിയായ പ്രവർത്തനങ്ങൾ. ഗുരുവായൂരിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പരിമിതിയെക്കുറിച്ച് ബഹുമാന്യായ ശോഭാ ഹരിനാരായണൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ ഔട്ടർ റിംഗ് റോഡിൽ സഞ്ചരിക്കണം. കൈരളി ജംഗ്ഷൻ മുതൽ മഞ്ഞലാൽ ജംഗ്ഷൻ വരെയുള്ള പ്രദേശത്ത് ഈ 2-3 മാസം മുമ്പാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഉദ്ഘാടനം ചെയ്തത്. മനോഹരമായ പാൽവെളിച്ചം പോലെ വെളിച്ചമുള്ളൊരു നഗരം. ഇനി ഇതാ രണ്ടാമത് ബാക്കിയുള്ള സ്ഥലം മഞ്ഞളാൽ ജംഗ്ഷൻ മുതൽ ഈ തെക്കേ ഔട്ടർ റിംഗ് റോഡിലൂടെ ചെന്നാൽ പടിഞ്ഞാറ് കൈരളി ജംഗ്ഷൻ വരെയുള്ള പ്രദേശത്തിന് ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ അവിടെ എല്ലാം സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കും. ഏറ്റവും കൂടുതൽ തെരുവിളക്കുകളുള്ള ഒരു നഗരമാണ് കേരളത്തിൽ ഗുരുവായൂർ. ആവശ്യവുമാണ്. ഇത് ഉറങ്ങാത്ത നഗരമാണ്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ നട അടയ്ക്കുന്നത് വളരെ വൈകിയാണ്, വളരെ നേരത്തെ നട തുറക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റു നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു നഗരമാണ്. തീർച്ചയായിട്ടും ആവശ്യാനുസരണം തിരുവിളക്കുള്ളൊരു നഗരമാണ്. സ്വാഭാവികമായും ആ ആവശ്യം പോരാ എന്ന അഭിപ്രായമൊക്കെ വരാം. ഓരോ വീടിൻ്റെ മുമ്പിലും തിരുവിളക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അതിലൊന്നും കുറ്റം പറയാനാവില്ല. പരമാവധി വെളിച്ചം ഗുരുവായൂരിലുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായും വെളിച്ചത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിലായാലും എല്ലാം ഗുരുവായൂർ നഗരസഭ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഗുരുവായൂരിലെ ജനങ്ങൾ പറയുക. സ്വാഭാവികമായും എൻ്റെ ബഹുമാനയെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ പറയുന്നതിന് പ്രയാസമുണ്ടാവും. പക്ഷേ അവരുടെ മനസ്സിൽ പോലും ഈ നഗരസഭ നടത്തിയ പ്രവർത്തനങ്ങൾ, ഓരോ പ്രദേശത്തും നടത്തിയ ഇടപെടലുകൾ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ മനസ്സിലുണ്ടോ നമുക്ക് നോക്കാം. എന്തായാലും കാരണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെ തന്നെ പാർട്ടി നേതാവിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അതിലേക്ക് നമുക്ക് എത്താം. അതിനു മുമ്പ് ചെയർമാനെ, ഇവർ നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, അതായത് ഇപ്പം നഗരത്തിലെ കാര്യങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്, അതായത് നഗരം വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഡിവിഷനുകളിലും വികസനം എത്തുന്നില്ല എന്ന് നേരത്തെ ഉദ്ദേശിച്ചു. അതുതന്നെ ഇവിടെ നമ്മുടെ ശോഭ കൗൺസിലർ പറയുകയുണ്ടായി, കേന്ദ്ര സർക്കാർ പദ്ധതികളോ അല്ലെങ്കിൽ അത്തരം ഫണ്ടുകളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്ന് 2 ആരോപണങ്ങൾ. രണ്ടിനും കൂടി വളരെ പെട്ടെന്ന് ചെറിയ മറുപടി പറയാം. ഗുരുവായൂർ നഗരസഭയുടെ വികസനം എന്ന് പറയുന്നത് സമതുലിതമായ വികസനമാണ്. നഗരം ഗ്രാമം വ്യത്യാസമൊന്നുമില്ല. 2010-ൽ 2 പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തതോടുകൂടി ഏക നഗരസഭയായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. ഇപ്പോൾ അമൃത് പദ്ധതി കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നിവിടെ പറഞ്ഞു. കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറയുമ്പോൾ കേന്ദ്രം മുഴുവൻ പണം തരികയല്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറഞ്ഞാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് UPA ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്, അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാലും മുമ്പുണ്ടായിരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഏറ്റവും പ്രത്യേകത 80% പണം കേന്ദ്ര ഗവൺമെൻറ് തരും, 10% പണം സംസ്ഥാന ഗവൺമെൻറ് തരും, 10% പണം നഗരസഭ എടുത്താൽ മതി. ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ 50% പണം തരും, 30% സംസ്ഥാന ഗവൺമെൻറ് തരണം, 20% ലോക്കൽ ബോഡി എടുക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഭാരമേൽപ്പിക്കുന്ന പദ്ധതിയാണ്. എങ്കിൽ പോലും നാടിൻ്റെ വികസനത്തിന് വേണ്ടി ആ ഭാരം തലയിലേറ്റിയവരാണ് ഞങ്ങൾ. അങ്ങനെ ഏറ്റെടുത്തപ്പോൾ അത് നഗരത്തിൽ മാത്രമാണോ? എൻ്റെ കൂടെ വരിക. ഗുരുവായൂരിൽ അമൃത് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുള്ള വിവിധ പദ്ധതികൾ ഞാൻ ചൂണ്ടിക്കാട്ടി തരാം, അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് പോയി കാണാം. ഞങ്ങളൊക്കെ ഒരുമിച്ച് പോയതാണല്ലോ. ഭഗത് സിംഗിൻ്റെ പേരിൽ ഒരു ഗ്രൗണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനി മഹാനായ ഭഗത് സിംഗിൻ്റെ പേരിൽ തൈക്കാട് പഞ്ചായത്ത് പ്രദേശത്ത് ഒരു വലിയ മനോഹരമായ ഗ്രൗണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അമൃത് പദ്ധതിയിൽപ്പെടുത്തി സ്ഥാപിച്ച ഗ്രൗണ്ടാണ്. പൂക്കോട് പഞ്ചായത്തിൻ്റെ സാംസ്കാരിക നിലയം എന്ന് പറയുന്ന പ്രദേശത്ത് മനോഹരമായ കുട്ടികളുടെ പാർക്കും, അവിടെ ഇൻഡോർ സ്റ്റേഡിയവും, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും, അതുപോലെ തന്നെ ഒരു ബാസ്ക്കറ്റ് ബോളും വോളിബോളും കഴിക്കാനുള്ള സൗകര്യവും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അത് ഈ പദ്ധതിയിൽ, അമൃത് പദ്ധതിയിൽ പൂക്കോട് പഞ്ചായത്തിൻ്റെ ഭാഗമായ പ്രദേശത്താണ്. EK നായനാരുടെ പേരിൽ തൈക്കാട് എന്ന് പറയുന്ന മന്നിക്കര എന്ന് പറയുന്ന പ്രദേശത്ത് മനോഹരമായിട്ടുള്ള ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അമൃത് പദ്ധതിയുടെ ഭാഗമായി ചെയ്തതാണ്.
അപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതി കിട്ടി, നഗരത്തിൽ കുറേ പ്രവർത്തനം നടത്തി. എൻ്റെ ബഹുമാനായ സുഹൃത്ത് പറഞ്ഞതുപോലെ തൊലിപ്പുറമെയുള്ള ചികിത്സ നടത്തിയതല്ല, ആഴത്തിൽ തന്നെ ചികിത്സ നടത്തിയതിൻ്റെ ഗുണമാണിപ്പോൾ കാണുന്നത്. പിന്നെ ഓരോ ദിവസം ചെല്ലും തോറും ഗുരുവായൂരിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഓരോ ദിവസം ചെല്ലും തോറും വികസന ആവശ്യങ്ങൾ കൂടി വരുന്നൊരു നഗരസഭയാണ്. കാരണം തീർത്ഥാടകരുടെ വർധനവ് സ്വാഭാവികമായും ആവശ്യങ്ങൾ നമുക്ക് കൂടുതൽ നമ്മുടെ മുമ്പിലിട്ട് വരും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ വികസനം ആവശ്യമാണ്. ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ കൺമുമ്പിൽ കണ്ട ആവശ്യങ്ങളോട് ശരിയായ വിധം പ്രതികരിച്ചുകൊണ്ട് നഗരസഭ പോയിട്ടുണ്ട്. ലഭിക്കാവുന്ന എല്ലാ ഫണ്ടുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. ലഭ്യമാക്കിയ ഫണ്ടുകൾ ചെലവഴിച്ചിട്ടുണ്ട്. അമൃത് പദ്ധതിക്ക് വേണ്ടി, അമൃത് 1 വേണ്ടി ലഭിച്ച ഫണ്ടിൻ്റെ സിംഹഭാഗവും ചെലവഴിച്ച കേരളത്തിലെ അപൂർവം നഗരസഭകളിലൊന്നാണ്. ചെലവഴിച്ചിട്ടാണ് പറയുന്നത്. അമൃത് 2 പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിലും അതിൻ്റെ മാനദണ്ഡമനുസരിച്ച് അമൃത് 1 പറഞ്ഞതുപോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ 2 ട്രാൻസ്പോർട്ടേഷനിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ മറ്റ് കെട്ടിടങ്ങൾ പണിയാനാവില്ല. വെറും മാലിന്യ സംസ്കരണവും കുടിവെള്ളവും മാത്രമാണ്. അതിലും പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിച്ചു. അതിൻ്റെ ഭരണാനുമതിയും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ TS കൊടുത്താൽ ഉടനെ സ്വാഭാവികമായിട്ടും ആ പണികൾ ഈ കൗൺസിലിൻ്റെ മുമ്പായി തീർക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് 2 തവണയും സ്വരാജ് ട്രോഫി കിട്ടിയതിൻ്റെ ഒരു കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ സമയബന്ധിതമായ നടത്തിപ്പിൽ 1-ാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ്. അപ്പോൾ കിട്ടുന്ന പണം ഫലപ്രദമായി നാടിന് വേണ്ടി ഉപയോഗിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ കൗൺസിൽ മാത്രമല്ല, ഇവിടെ ശ്രീ KP ഉദയൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് തുടർച്ചയായി കാണാം. ഞാൻ അത് തന്നെയാണ് ആദ്യം പറയണമെന്ന് ഉദ്ദേശിച്ചത്. ഈ കൗൺസിൽ ഒരു തുടർച്ചയാണ്. 1995 5 വർഷക്കാലം ഭരിച്ച അന്നത്തെ കൗൺസിലിൻ്റെ ഭരണ നേതൃത്വത്തെ ഗുരുവായൂരിലെ ജനത മാറ്റി പിന്നീട് ഭരണം ഏൽപ്പിച്ചു കൊടുത്ത ഒരു ഭരണ സംവിധാനം കഴിഞ്ഞ 25 വർഷക്കാലമായി ഗുരുവായൂരിലെ ജനങ്ങളുടെ വികാരത്തിനൊപ്പം അവരുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഓരോ വർഷം ചെല്ലുന്തോറും ജനപിന്തുണ ആർജിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായത്. അത് ആ ആത്മവിശ്വാസത്തോടു കൂടി ഇനിയുള്ള കാലവും പോവും. ഒരു കാര്യം ഞാൻ പറയാം, രാഷ്ട്രീയത്തിനതീതമായി നഗരസഭാ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയത്തിനതീതമായി കാണാൻ ശ്രമിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ. രാഷ്ട്രീയമൊക്കെ കൃത്യമായി എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷേ വികസനാവശ്യം എവിടെയുണ്ടോ അവിടെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു തരത്തിലുള്ള വ്യത്യാസവും ഞങ്ങൾ നോക്കാറില്ല. വികസനമാണെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് കൃതാർത്ഥതയുണ്ട്. ആ നിലയിൽ കേരളത്തിനാകെ മാതൃകയായ ഒരു നഗരസഭ എന്ന നിലയിൽ ഗുരുവായൂരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ രാജ്യമാകെ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന ഏറ്റവും പ്രത്യേകത കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. അതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് മറുപടി തന്നിട്ടുണ്ട്. അതായത് കൃത്യമായ വികസനങ്ങൾ എത്തുന്നുണ്ട്, അത് നഗരം കേന്ദ്രീകരിച്ച് മാത്രമല്ല ഉള്ളേരിയയിലടക്കം എത്തുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൊലിപ്പുറത്ത് മാത്രമല്ല ആഴത്തിലാണ് ചികിത്സ നടത്തിയിട്ടുണ്ടെന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ വാദം. അദ്ദേഹം ആദ്യം ഈ ചാനൽ പ്രവർത്തകരെ വളരെ സ്നേഹപൂർവ്വം ഒരു ക്ഷണം നടത്തി. ആ ക്ഷണം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു ഇടർച്ച വന്നു എന്നെനിക്കൊരു സംശയം തോന്നി. ഞാൻ വസ്തുതയായിട്ട് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാർഡിലേക്ക് ഞാൻ വരാം. അദ്ദേഹം എന്തുകൊണ്ടാണ് ചാനലുകാരെ മാത്രം വിളിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്നെയും പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രിയ സഹ കൗൺസിലർ ശോഭയെയും കൂടി അദ്ദേഹം വിളിക്കേണ്ടതായിരുന്നു. അദ്ദേഹം രണ്ടാമത് പറഞ്ഞ വാചകം എന്ന് പറയുന്നത് ഗുരുവായൂരിൽ ഏതെങ്കിലും കാനകളിലേക്ക് മലിനജലം ഒഴുകുന്നുണ്ടോ എന്നൊന്ന് കാണിച്ചു തരാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത്. 100-ലധികം നേർസാക്ഷ്യം കാണിച്ചു കൊടുക്കാം. ഞാൻ വരാൻ തയ്യാറാണ് കൂടെ. അദ്ദേഹത്തിന്റെ വാർഡിൽ 100% കളക്ഷൻ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ വാർഡും ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കേരളത്തിലെ മുഴുവൻ പൊതുപ്രവർത്തകരും അത് രാഷ്ട്രീയത്തിന് അതീതമായി ഈ മാലിന്യ സംസ്കരണ പരിപാടിയുമായി എല്ലാവരും സഹകരിക്കുന്നവരാണ്. എല്ലാവരും അതിന് 100% പിന്തുണ കൊടുക്കുന്നവരാണ്. ഞാൻ പ്രത്യേകിച്ചും ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായി ആ കാര്യത്തിനൊക്കെ നഗരസഭയ്ക്കും ചെയർമാനും വ്യക്തിപരമായും കൂടി ഈ ഒരു വിഷയത്തിന് ഞാൻ പിന്തുണ കൊടുക്കുന്ന ആളാണ്. ഇപ്പോഴും ഗുരുവായൂരിൻ്റെ പ്രദേശത്ത് മാലിന്യം ഇല്ല എന്നാണ് പറയുന്നത്. ഗുരുവായൂർ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഇടയ്ക്കിടയ്ക്ക് ഫൈൻ അടച്ചു കൊടുക്കുന്നുണ്ട്. ആ ഫൈൻ അടച്ച് കിട്ടുന്ന സംഖ്യ എത്രയാണെന്നുള്ള ചെയർമാൻ ഇവിടെ പറഞ്ഞാൽ മതി. അപ്പം തന്നെ അറിയാം ഗുരുവായൂരിൽ മാലിന്യം റോട്ടിലുണ്ടോ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതാണ്. മറ്റതൊന്ന്, തെളിനൂര് ഒഴുകും നവകേരളം ഒരു പദ്ധതി കൊട്ടിഘോഷിച്ച് ഞങ്ങളെല്ലാവരും കൂടി രാവിലെ ഞാൻ നീന്താനൊക്കെ തയ്യാറായിട്ടൊക്കെ ഇറങ്ങിയത്. എന്നെ വെള്ളത്തിൽ ഇറക്കിയില്ല അന്ന് ചെയർമാൻ ഉണ്ടായിരുന്നു. അന്ന് മഴയും പെയ്തു. അന്നത്തെ കൗൺസിലർമാരെല്ലാവരും കൂടിയിട്ട് തെളിനീരൊഴുകും നവകേരളം എന്നൊരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഗുരുവായൂരിന്റെ വലിയ തോടിന്റെ അദ്ദേഹത്തിന്റെ വാർഡിൽ തന്നെ
ബഹുമാന്യനായ ചെയർമാന്റെ വാർഡിൽ തന്നെ ശേഷനായ സ്കൂളിന് പുറകുവശത്തുള്ള വലിയ തോട്ടിലേക്ക് ഇറങ്ങി. ആ തെളിനീരൊഴുകും നവകേരളം പദ്ധതി ഗുരുവായൂരിൽ നടപ്പിലാക്കിയിട്ട് ലക്ഷങ്ങൾ PR വർക്കിന് ഉപയോഗിച്ചിട്ട് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ആ തെളിനീര് അതിലൊഴുകണ്ടേ? അതാണല്ലോ ഒരു പദ്ധതിയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത്. ആ തെളിനീരാണ് വലിയ തോട്ടിൽ ഒഴുകുന്നതെങ്കിൽ അദ്ദേഹം അതിലിറങ്ങി കുളിക്കാൻ തയ്യാറായാൽ ആ വെള്ളം കുടിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ബഹുമാനപ്പെട്ട ചെയർമാനെ വെല്ലുവിളിക്കുകയാണ്. ചെയർമാനെ അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്ന ആ കാര്യമാണ്. വലിയ തോട്ടിൽ ഇറങ്ങി കുളിക്കാൻ തയ്യാറായാൽ ആ വെള്ളം കുടിക്കാൻ ഞാൻ തയ്യാറാണ്. ഒപ്പം തന്നെ അദ്ദേഹം നേരത്തെ മറുപടിയിലേക്ക് അദ്ദേഹം നേരത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് അദ്ദേഹം ഒരു PR വർക്കിന്റെ കാര്യം നേരത്തെ ഉന്നയിച്ചിരുന്നു. അതായത് പല കാര്യങ്ങളും PR വർക്കിലൂടെ മേനി കാണിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ PR വർക്ക് എന്താണെന്ന് അറിയാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്കൊരു PR വർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനൊരു PR വർക്കിനും പോകുന്ന ആളല്ല. എന്നെക്കുറിച്ചറിയുന്ന ജനങ്ങൾക്കും അറിയാം. നഗരസഭയുടെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും അത് പൊതുജനങ്ങൾക്ക് എത്തിക്കാൻ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കുറച്ച് ആളുകളുണ്ട്, ചില ആളുകൾ ചെയ്യുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് അക്കാര്യത്തിലൊക്കെ വലിയ കുറവുള്ളൊരു നഗരസഭയാണ്. ഒരു പ്രത്യേകം ടീമൊന്നുമില്ല, താൽക്കാലിക ജീവനക്കാരും ചില ആളുകൾ ഇവിടെയുള്ളൊരു സംവിധാനവും പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഒരു വർക്കാണ് ഞങ്ങൾ നടത്താൻ. ഒരു PR വർക്കും ഇതിനില്ല. ചെയ്ത കാര്യങ്ങളാണ് ജനങ്ങളുടെ മനസ്സിൽ തട്ടിയത് കൊണ്ടാണ് ജനം പിന്തുണ നൽകുന്നത്. ഇവിടെ ബഹുമാനായ സുഹൃത്ത് പറഞ്ഞു വലിയ തോടിൽ ഇറങ്ങി ഞാൻ കുളിച്ചാൽ അദ്ദേഹം കുടിക്കാം. ഞാനവിടെ കുളിക്കാൻ പറ്റുന്ന വെള്ളം അതിലില്ല. ഇപ്പോൾ വലിയ തോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കണങ്കാലിനത്ര വെള്ളമേ ഉള്ളൂ. അപ്പോൾ കുളിക്കാൻ എന്തായാലും കഴിയില്ല. പിന്നെ വലിയ തോട്ടിലൂടെ ഒഴുകി പോകുന്ന തെളിനീരല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ലക്ഷ്യമാണ് കേരളത്തിലെ ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടതാണ് മലിനജലം ഒഴുകുന്ന തോടുകളെ തെളിനീരൊഴുകുന്ന തോടുകളാക്കി മാറ്റുക. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തി. ആ ശ്രമം പൂർണ്ണതയെത്തിയിട്ടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, വലിയ തോട് എന്ന് പറയുന്ന ആ വലിയ തോടിലൂടെ മലിനജലം ഇപ്പോഴും ഒഴുകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ? അഴുക്കുചാൽ പദ്ധതി നടപ്പിലാക്കിയതുകൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്നൊരു പ്രശ്നമല്ലത്. അഴുക്കുചാൽ പദ്ധതി നടപ്പിലാക്കുന്ന കാലത്ത് ഗുരുവായൂർ എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ഗുരുവായൂരല്ല. ഇന്ന് കാണുന്ന ഗുരുവായൂർ വികസിച്ച ഗുരുവായൂരിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് അഴുക്കുചാൽ പദ്ധതിയെ വികസിപ്പിക്കാനായിട്ടില്ല. അതിന് ശ്രമം നടക്കുകയാണ്. ഇപ്പോൾ സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി FSTP ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഗുരുവായൂർ നഗരസഭ നടപ്പിലാക്കുകയാണ്. ഗുരുവായൂരിലെ നേരത്തെ മാലിന്യ സംസ്കരണത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള ചക്കംകണ്ടത്തെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനോട് ചേർന്ന് ഒരു ഡൈലൂഷൻ ടാങ്ക് സ്ഥാപിച്ചു കഴിഞ്ഞു. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കക്കൂസ് മാലിന്യം വാഹനത്തിൽ കൊണ്ടുപോയി സംസ്കരിക്കാനാവുന്ന പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്. സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും എല്ലാവർക്കും നെറ്റ്വർക്കിൻ്റെ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവരുടെ മലിനജലം റോട്ടിലേക്ക് പോകുന്നുണ്ടാവാം. സ്വാഭാവികമായും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നിലപാടാണ്, കർശനമായ നടപടിയാണ്. ജനങ്ങളോട് ഉപദേശം മാത്രമല്ല, ജനങ്ങളുടെ അഭ്യർത്ഥന മാത്രമല്ല, അതോടൊപ്പം എൻഫോഴ്സ്മെൻറ്റ് കൃത്യമായി ഈ നഗരസഭ നടപ്പി. ഇവിടെ പറഞ്ഞു ഗുരുവായൂർ നഗരസഭ വലിയ തോതിൽ പിഴ ഈടാക്കിയിട്ടുള്ള നഗരസഭയാണ്. ഞങ്ങൾക്കതിൽ അഭിമാനമുള്ളത് എന്താ കാരണം എന്നറിയോ? ഇപ്പോൾ എൻ്റെ വാർഡിലൂടെ ഒഴുകി പോകുന്നതാണ് വലിയ തോട്. എൻ്റെ വലിയ തോടിൽ ഒരു ദിവസം പുലർച്ചെ എൻ്റെ വീട്ടിലേക്ക് ആളുകൾ വരികയാണ്. അവർ കക്കൂസ് മാലിന്യം തട്ടിയിരിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവരെ പിടിച്ചു. 3 ലക്ഷം രൂപ പിഴ ഈടാക്കി. ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ലോക്കൽ ബോഡി ഇത്രയധികം ഫൈൻ ഈടാക്കിയിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും തോന്നുന്നില്ല. അതിനുശേഷം വലിയ തോട്ടിൽ ആരും മാലിന്യം കൊണ്ടു തട്ടിയിട്ടില്ല. വേറെ സ്ഥലത്തേക്ക് ശ്രമിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായും അതിനാണ് ഗവൺമെൻറ് ഇപ്പോൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെങ്കിലും ചുരുങ്ങിയത് ഒരു FSTP വേണം, കക്കൂസ് മാലിന്യം സംസ്കരിക്കാനുള്ള പ്ലാന്റ് വേണം. അതിലും ഗുരുവായൂർ നഗരസഭ മുന്നിൽ തന്നെയാണ്. പരിമിതികളുണ്ടാവാം. അതുകൊണ്ട് വലിയ തോട്ടിൽ ഇപ്പോൾ തെളിനീര് ഒഴുകുന്നു എന്ന അവകാശവാദം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുളിക്കാൻ പോകുന്നില്ല. ബഹുമാനപ്പെട്ട കുടിയൻ കുടിക്കുകയുമില്ല. ഒരു മിനിറ്റ് ഒന്ന് ഇത്രയും കാര്യങ്ങൾ പറയാം. ഇവിടെ മറ്റേ എന്താ ഉൾപ്രദേശത്ത് കുഴപ്പമില്ല. ഉൾപ്രദേശത്തെ കാര്യം പറഞ്ഞപ്പോൾ ഉൾപ്രദേശത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. പിന്നെ ഏതെങ്കിലും ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ആ സമയത്ത് നമ്മൾ നടപടിയെടുക്കും. ഗുരുവായൂർ നഗരത്തിൻ്റെ പ്രത്യേകത ഇവിടെ വരുന്ന തീർത്ഥാടകരുൾപ്പെടെ
വരുന്ന ജനലക്ഷങ്ങൾ വരുന്നൊരു പ്രദേശം എന്നുള്ള നിലയിൽ നിതാന്ത ജാഗ്രതയാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം. ഒരു പക്ഷേ കേരളത്തിൽ മുനിസിപ്പൽ ഓഫീസിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറും അതുപോലെ ഒരു വാഹനവും അർദ്ധരാത്രിയിലും ഡ്യൂട്ടി നിൽക്കുന്ന ഏക സ്ഥലം ഗുരുവായൂരാണ്. ഈ ജാഗ്രതയൊക്കെ ഗുരുവായൂർ നഗരസഭ നടത്തുന്നുണ്ട്. പിന്നെ ധൂർത്ത് നടത്തി എന്ന് പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ ധൂർത്ത് നടത്തി. ഈ നഗരസഭ ഒരു ധൂർത്തും നടത്തിയതായി ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. തദ്ദേശ ദിനാഘോഷം ഇവിടെ നടന്നു. തദ്ദേശ ദിനാഘോഷത്തിൽ ഞങ്ങൾ ധൂർത്ത് നടത്തി എന്നൊരു ആക്ഷേപം പറയുന്നത് കേട്ടു. പക്ഷേ ആക്ഷേപം പറഞ്ഞ ആൾ അപ്പം പറഞ്ഞു എന്നല്ലാതെ പിന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരു ധൂർത്തും ഗുരുവായൂർ നഗരസഭ നടത്തിയിട്ടില്ല. ധൂർത്ത് നടത്തിയിട്ടുണ്ട് എന്ന് തെളിയുകയാണെങ്കിൽ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ഗുരുവായൂരിൽ എത്തിച്ചേരുന്ന കേരളത്തിലെ എല്ലാ നഗരസഭാ പഞ്ചായത്ത് അധ്യക്ഷന്മാരെയും സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ചില കുറവുകൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗുരുവായൂർ നഗരസഭയിൽ ടൗൺ ഹാൾ നിങ്ങളൊന്ന് പോയി നോക്കണം. ഈ തദ്ദേശ ദിനാഘോഷം നടത്തുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ പരിമിതികളും മാറ്റി നമ്പർ 1 ടൗൺ ഹാളാക്കി അതിനെ മാറ്റി. അങ്ങനെ കുറേ പ്രവർത്തനങ്ങൾ നടത്തിയെന്നല്ലാതെ ഒരു തരത്തിലുള്ള ധൂർത്തും നഗരസഭയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി നടത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ആരോഗ്യ പരിപാലനത്തിൻ്റെ കാര്യത്തിൽ ഗുരുവായൂർ നഗരസഭ മുമ്പിലാണ്. ഗുരുവായൂർ നഗരസഭയുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിൽ 3 ഹെൽത്ത് സെൻ്ററുകൾ സ്ഥാപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. 2 ഹെൽത്ത് വെൽനസ് സെൻ്റർ സ്ഥാപിച്ചു. ഡോക്ടർമാരുടെ സേവനം അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇനിയിപ്പോൾ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ സേവനം കൊടുക്കാൻ പോകുന്നു. ഇതാ വീണ്ടും ഗുരുവായൂർ നഗരസഭയുടെ 3ാമത്തെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ ചൂൽപ്പുറത്ത് 31ാം വാർഡിൽ ഈ മാസം ആരംഭിക്കാൻ പോവുകയാണ്. ഈ നഗരത്തിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്കും ഇവിടുത്തെ നികുതിദായകരായിട്ടുള്ള സാധാരണക്കാരുടെയും വികാരത്തിൻ്റെ കൂടെ ഗുരുവായൂർ നഗരസഭ നിന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏത് തരത്തിലുള്ള ആക്ഷേപങ്ങൾ പറയുന്നവരായാലും ഗുരുവായൂർ നഗരസഭ മുന്നോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. മാറ്റങ്ങൾ അതിൻ്റെ ദ്രുതഗതിയിൽ നടന്ന ഒരു കാലം അതാണ് ഈ കഴിഞ്ഞ വർഷം. സംശയരഹിതമായി ഞാൻ പറയും, ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരാളും ഒരു എതിരഭിപ്രായം പറയാറില്ല. ഒരാളും എതിരഭിപ്രായം രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ പറയാം. ആര് പറയുമ്പോഴും ഗുരുവായൂർ നഗരസഭയിൽ നല്ല വികസനം നടക്കുന്നു എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമായതുകൊണ്ടാണ്. ഗുരുവായൂർ നഗരസഭയുടെ ചർച്ചകൾ നീളുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന പോലെയല്ല, ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. കേന്ദ്ര സംസ്ഥാന ആവിഷ്കൃത പദ്ധതികളും ഒപ്പം തന്നെ നഗരത്തിൻ്റെയും വികസന പദ്ധതികൾ അടക്കം ഓരോരുത്തരും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡിൽ തീരുന്നതല്ല. അത് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ചർച്ചകളുമായി കാണാം. 25 വർഷം കാലയളവ് ഒരു നാടിൻ്റെ മൊത്തം വികസനം നടപ്പിലാക്കാനുള്ള സമയമുണ്ട്. ഭരിക്കാൻ അറിയുന്നവരുടെ കയ്യിൽ കിട്ടിയാൽ വെള്ളക്കെട്ടില്ലെന്നാണ് ചെയർമാൻ പറയുന്നത്. ചെയർമാൻ അങ്ങനെ എല്ലാം അങ്ങനെ അടച്ച് നിഷേധിക്കല്ലേ. യാഥാർത്ഥ്യമായി തന്നെ കണ്ട് ചെയർമാൻ ചർച്ചയിൽ ഒരു സംശയവുമില്ല. യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. 100 മീറ്റർ ചുറ്റളവിൽ ഒരു തരത്തിലുള്ള കെട്ടിട നിർമ്മാണം അനുവദിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഇതൊക്കെ പുതിയ മാസ്റ്റർ പ്ലാന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, ഇടകേറി പറയരുത്. ഞാൻ ശോഭാ ഹരിനാരായണൻ സംസാരിക്കുമ്പോൾ ഞാൻ കൊണ്ടിട്ടില്ലല്ലോ. വീൽ ചെയർ അടക്കം പോകുന്ന ഫുട്പാത്തുകളാണ്. അന്ന് 2017 കാന പണിത് മൂടിയിട്ടുള്ളതാണ്. ഇന്ന് വരെ ആ കാനകളൊന്ന് തുറന്നു നോക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. ക്ഷീരമുള്ള ഒരു അകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗശലം എന്നൊക്കെ ചെയർമാൻ പറഞ്ഞോട്ടെ. അഭിമാനപൂർവ്വം ഞങ്ങൾ പറയും, വികസന മുന്നേറ്റത്തിന്റെ ജൈത്രയാത്രയുടെ ഒരു കാലമാണ് ഗുരുവായൂരിന്റെ ഈ കഴിഞ്ഞ വർഷം.